Hi. Hi. How are you? I'm fine. How's your family going? How's your family going? അപ്പോൾ പറയണത് അപ്പോൾ നിങ്ങളെ കുടുംബം എങ്ങനെ പോകുന്നതാണ്? ഹൗസ് യുവർ ഫാമിലി ഗോയിങ്? ഫൈൻ. വെരി വെരി ഹാപ്പി. യെസ്, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്താണ് നമ്മളിന്ന് മേക്ക് ചെയ്യുന്നത്? ഞങ്ങൾക്ക് പാൽവായ്ക്കൻ്റെ വേറൊരു പേര് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പറയണം? എല്ലായിടത്തും പാൽവായ്ക്ക തന്നെ. ഇത് ഇൻഗ്രീഡിയൻസ് ഒന്ന് സിമ്പിളായിട്ട് പറയൂ. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. പാല്, സവനരി എന്നും പറയും ചിലവരൊക്കെ, ചൊവ്വരി, പിന്നെ തേങ്ങാപ്പാല്, അണ്ടി, കശുവണ്ടി, കിസ്മിസോ? കിസ്മിസ് പറഞ്ഞാൽ മുന്തിരി. ഓ, മുന്തിരി. പഠിച്ചിട്ട് പിന്നെ മുന്തിരിന്റെ പേരാളെ ആദ്യം പഠിപ്പിച്ചു 1ാം ക്ലാസ്സിൽ. അന്ന് ഞാൻ ലീവിനും. ഓക്കെ, ഇന്ന് നമ്മളെ വീട്ടിലൊരു അതിഥിയുണ്ട്. ആരാണ്? അല്ല, വ്ളോഗിൽ അതിഥി ഉണ്ട്. 3 അതിഥികളുണ്ട്. ഒരതിഥി എന്റെ പ്രിയപ്പെട്ട മകൾ. അതെ, നമുക്ക് അതിഥിയെ പോയി കാണാം. അതിഥി അവിടെ ഫുൾ സെറ്റായി കണ്ട് അതിഥിന്റെ ഇൻട്രോ മിക്സ് ഓണായി കണ്ടാണ്. ഈ വിശ്വരൂപം നിങ്ങൾ കാണ്. പണ്ട് ഏതോ ഒരു കാലത്തൊരു വ്ളോഗിൽ വന്നതാണ് ഫസ്റ്റ്. പിന്നെ കോടിത്തെ വ്ളോഗിലല്ലേ. ഇതാണ് ഗൈസ് അതിഥി. അതിഥിന്റെ പേര് പറയൂ. ഫർഹ ഇവിടെ മിക്സിന്റെ പ്രിപ്പറേഷനിലാണ്. ഫർഹ എന്താണ് ചെയ്യുന്നത്? ഇതെന്തിക്കുള്ള തേങ്ങ? കറിക്കുള്ള തേങ്ങ. ഓക്കെ, എന്നാൽ തേങ്ങ നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വാപ്പ ഇന്നത്തെ മാതിരി കോഴിക്കളെ വീട് പണി നടക്കുന്നു. കോഴിക്കളെ വീട് ശരിയാക്കുന്നു, കോഴിക്ക് തിന്നാട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇന്നത്തെ വേറെയുള്ള വിഭവങ്ങൾ പറയും. ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു നോമ്പിൻ്റെ വ്ളോഗ് വരുന്നില്ല, എന്തുകൊണ്ട്? അതാണ് പ്രശ്നം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ മെനു പറയൂ. മെനു ചിക്കൻ കറി. ഓക്കെ, ചിക്കൻ തേങ്ങ അരച്ച കറി, തേങ്ങ വറുത്തരച്ച കറി, അപ്പം, ശീയപ്പം. മലപ്പുറത്ത് കലക്കി പറഞ്ഞ അപ്പത്തേക്ക് തേങ്ങ അരച്ച ഒരു രസം ഉണ്ടാവില്ല. പറഞ്ഞുതരാം. എനിക്ക് പൊറോട്ട ആണോ? കലക്കി പറഞ്ഞിക്ക് തേങ്ങ അരച്ച രസം ഉണ്ടാവില്ല. പൊറോട്ട ഇനി നേരത്തെ കിട്ടൂലല്ലോ. നിങ്ങൾ ആദ്യം പറയണ്ട. കുറച്ചെടുത്താ മതി. അപ്പത്തേക്ക് തേങ്ങ അരച്ച രസം നേരത്തെ കിട്ടൂല. തേങ്ങ അരക്കാത്ത കറി കടിയുണ്ട് ഒറ്റക്ക് വ്ളോഗ് എടുക്കുമ്പോൾ. ഇതാർക്കും അവിടെ പഴം പുഴുങ്ങിച്ചാണ്. ഓ, ഇതിക്ക് പാൽവായക്ക് പഴം അത് പുഴുങ്ങിക്കാണ്ടിട്ട്. അപ്പോൾ പാൽവായക്ക് ഉണ്ടാക്കാൻ പണിയുണ്ടോ? പണിയില്ലേ? ഒന്നിനും പണിയില്ല. അടുത്ത കടലപ്പൊടി പാക്കറ്റിലല്ലേ അവിടെ. ഓക്കെ, എൻ്റെ പെങ്ങൾ കടലപ്പൊടി വയ്ക്കുന്നുണ്ട്. എൻ്റെ ദീദി വന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോമ്പറക്കാൻ ഇനിയും അരമണിക്കൂറിൻ്റെ മേലുണ്ട്. ഇവിടെ എല്ലാം ശരി, ഫുള്ള് ഗ്ലാസ് റെഡിയാണ്, ഈത്തപ്പഴം റെഡിയാണ്, എല്ലാം സെറ്റാണ്. നല്ല കൈ സഹായമാണ്. 2 കൈ ഉണ്ടെങ്കിലും 4 കൈ. ഓള് വന്ന സഡ്പുട്ട് എന്ന പരിപാടിക്ക് ഉമ്മ അടുക്കളയിൽ റെസ്റ്റ് എടുക്കണേ പറഞ്ഞു. ഓക്കെ, എന്താണ് ഇത്? എന്തൊക്കെയുള്ളതാണ്? ഇപ്പൊ വരുന്നില്ല. ഫ്രൂട്ട്സ് കട്ടിങ് കഴിഞ്ഞോ? ഫ്രൂട്ട്സ് കട്ടിങ് കഴിഞ്ഞോ? എത്ര പെട്ടെന്ന് കാണിച്ച്. എന്താണ് പറഞ്ഞ? ഞങ്ങളെന്തോ പറഞ്ഞു അതിന്റെ അടി കൂടെ. ഞാൻ എടുക്കണത് ഈ 2 കൈ ഉള്ളതുകൊണ്ട് ഒരു കൈ മൈക്കും, ഒരു കൈ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണ്ട നിങ്ങൾക്ക് അറിയണ പണി അതാണ്, എനിക്കറിയണ പണി ഇതാണ്. എടുക്കുമ്പോ തന്നെ പറയാ ഞങ്ങളിപ്പോ ഇത് പഠിച്ചിട്ടാണോ വന്നത്. എന്നൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ വ്ളോഗ് എടുക്കി, ഞാൻ അടുക്കള പണി എടുക്കാം. അത് ശരി, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 2 പ്രൊഡക്ട്സുകളുണ്ട്. ഒരു പ്രൊഡക്റ്റ് അപ്പുറത്തെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കണം, മറ്റേ പഴംപൊരി തിരികെ മാതിരി ഒന്നായിട്ട് അടുക്കള തൊട്ടിലിട്ട് ഉറങ്ങുന്നുണ്ട്. ഇത് ഇനി എന്തൊക്കെയുള്ളതാണ് പറയൂ. ചട്നി അരച്ചിട്ടുള്ള മുട്ട ബജി. ഇത് എത്ര മുട്ട ഉണ്ട് ഏകദേശം?
7 മുട്ട. ഇതുകൊണ്ട് പൊരിച്ച പരിപാടി കഴിഞ്ഞ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരി എങ്ങനെ അപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലേ? ഓക്കെ ഓക്കെ. വാപ്പ ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചേക്കണം കൊതു വരാതെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. കുറച്ച് മുളക് പൊടി ഇട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ടേസ്റ്റ്. എവിടെ എൻ്റെ മോള് സ്വിച്ച് അവിടെ വൻ ഹെവി കളിയിലാണ്. അവിടെ ഹെവി കളിയിൽ ഇവിടെ സൂം ആവുന്നുണ്ടോ? ആ കറുപ്പ് ഡ്രസ്സ് ഇട്ട് കറുപ്പ് മുടിയുള്ളതാണ്. ഒക്കെ അങ്ങോട്ട് പോയതാ. ഓക്കെ, അടുത്ത ആള് ഒരാളവിടെ കളിക്കണം. അടുത്ത ആളെ കാണിച്ചത്. അടുത്ത ആൾ കടന്നുറങ്ങണം കാണാൻ നല്ല രസമുണ്ട്. നന്നായിട്ട് ചുറ്റി കെട്ടി സാൻഡ്വിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട്. കാണിച്ചരാം. ഇതെപ്പോഴും എണീക്കുക. ഇത് എണീറ്റ ഇവിടെ വൻ ചിരിക്കുണ്ട് അതിൻ്റെ അടി കൂടെ. നൈന വേണ്ട, ഇത് എണീറ്റ് നൈന നോക്കേണ്ടി വരും. സീനില്ല, എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് വരും എന്തായാലും. ഓക്കെ, അതാണ് എന്ത് ഇന്ന് എത്രാമത്തെ നോമ്പാ? 9ാമത്തെ നോമ്പല്ലേ? മുടിക്കൊന്ന് റെഡി ആയിക്കോട്ടെ. 9ാമത്തെ നോമ്പ് വ്ളോഗ്. ഓക്കെ, എല്ലാം അപ്പം അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഉണ്ടാക്കട്ടെ പ്രിപ്പറേഷൻസ്. ഇന്ന് വലിയ പണിയൊന്നും ഇല്ലട്ടെ ഞാൻ കാണുമ്പോൾ. ഉമ്മാക്ക് കൈ സഹായത്തിന് ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, ഏത്? ആ പിന്നെ ഈ തേങ്ങ അരച്ച അതിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതിക്കൊരു കോംബോ ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ വേണമെങ്കിൽ പറഞ്ഞോളി. തേങ്ങ അരച്ച കുറച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ തേങ്ങ അരച്ച ആ സിയപ്പത്തൊക്കെ ഒരു കോംബോ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കറി മുക്കി വെക്കുന്നുണ്ട്. ഫോക്കസ്. ഓക്കെ ഓക്കെ, അത്ര മതി. കുറച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ മതി അത്ര മതി. നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനം ഈ വീട്ടിൽ കിട്ടും. അതാണ്, മനസ്സിലായില്ലേ? ഊച്ചീസ് കിച്ചണിൽ ഇവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനം കിട്ടും. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു നൂലപ്പം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലപ്പം ഉണ്ടാവില്ലേ? ഓക്കെ, എന്തൊക്കെയാണ്? തേങ്ങാപ്പാൽ അരച്ചതായി ഒഴിക്കുന്നു. ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കളറാവും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നൈനപ്പം നീപ്പിച്ചാണോ? ആ, നമുക്ക് ദീദിൻ്റെ ചെറുതിനെ നീപ്പിക്കാം. ഓക്കെ, ദീദിനെ ചെറുതിനെ നീപ്പിക്കാം നമുക്ക്. നൈന മച്ചാനെ, നൈന പാങ്കൊടുത്തു നോമ്പ്. നൈനോ ബാങ്കൊടുത്തു. എന്താ ചവിട്ടുന്ന്? ബാങ്കൊടുത്ത് ബാ എണീക്കേ. അത്ര സിമ്പിളോ? അതാ അവർക്ക് അത്ര സിമ്പിളിൽ പോവല്ലേ? നൈനവിടെ നിൽക്കേ. നൈനു ഹായ്. അതിന്റെ മുടി നൈൻ ഇതെന്താ മുടിയൊക്കെ ഇങ്ങനെ? ഹായ് പറ. ചാച്ചു വ്ലോഗ് എടുക്കുന്നുണ്ട്. ഹായ് പറ. നീ ചോല് ഹായ് പറ. അവള് ഉറക്ക കിക്കിലാണ്. നമുക്ക് കുറച്ച് അമ്പിയാണ്. അണ്ടിപ്പരിപ്പിനോട് പറയുന്ന പേരാണ് അമ്പി. ചമ്പി കയറ്റു തിന്നേ. ഓക്കെ, ഇത് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള ഇതപ്പോൾ ആരാ തേങ്ങ അരച്ചപ്പോൾ? മറ്റേ തേങ്ങ അരച്ചിട്ടുള്ള ബാക്കിയാ? ഇതല്ല,
ഇതിക്കുള്ള തേങ്ങാപ്പാല് അപ്പോൾ അതിക്ക് തേങ്ങാപ്പാൽ വേറെയും വരുമോ? ഇക്ക് പാൽ വാക്കിക്ക് പാലേക്ക് തേങ്ങാപ്പാലുണ്ട്? അത് ഞാൻ പാലൊഴിച്ചു. ഓഹോ, അതെന്താ സുബി? കടലപ്പൊടി. കടലപ്പൊടിൻ്റെ പേരൊക്കെ ഇപ്പോൾ സുബിയായോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പണി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും വെറുതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണ്ടേ. എല്ലാം പാടേ ഏത്? ഓ കർമ്മത്തി. ഇതിന് പല പല നാട്ടിൽ പല പല പേരാണ്. കർമ്മത്തി പറയും, കർമൂസ പറയും, പിന്നെന്തൊക്കെയാണ്, പിന്നെന്താ പറയാ, കറൂത്ത പറയും. കറുത്ത അറിയോ? പിന്നെന്താ ഒതളങ്ങേ. ഇത് നിങ്ങളെ നാട്ടിൽ ഇതിനെന്ത് പേര് പറയുന്നു? നമ്മളെ നാട്ടിൽ കർമ്മത്തി. അത് ചിലവരല്ല ഇംഗ്ലീഷിൽ പപ്പായ എന്നാ പറയല്. പപ്പക്കേ യോ ഇനി ഇല്ലാത്ത പേരില്ല. അതിനെന്ത് പറയും? മിക്സ് മിക്സ് മിക്സ്. ഇതാണ് പേര് പറയൂ. എന്താ താങ്കളുടെ പേരെന്താണ്? ഇല്ല താങ്കളുടെ പേര് പറയൂ. നൈഹ ഷഫീഖ്. നൈഹ ഷഫീഖ് ഇതിന് ഇത്ര നേരം എന്തായിരുന്നു പണി? അതിൻ്റെ മുന്നേ ഉമിനീരിറക്കുന്നതിന് മുന്നേ അത് ആ അണ്ടിപ്പരിപ്പ് തിന്നതിനും പിന്നെ മുന്നേ എന്തിനു പണി? ഒരു മിനിറ്റ്. പറയൂ, എന്തിനു പണി? നിങ്ങൾ എന്തായിരുന്നു ഇത്ര നേരം? ഉറങ്ങായിരുന്നോ? ഓ ഗ്രേറ്റ്, നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ദുബായ് ഗോൾഡിൻ്റെ വഴി 5 കിലോ അരിച്ചാക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഹാപ്പിയാണോ? ഓക്കെ, ഉറങ്ങിയപ്പോൾ നിങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു? ഊഞ്ഞാലിൽ ആടുമായിരുന്നോ? ഉറങ്ങിയപ്പോൾ നിങ്ങൾ ഊഞ്ഞാലിൽ ആടുമായിരുന്നോ? അതെ, താങ്കളുടെ സന്തത സാഹചര്യം ഈ ഊഞ്ഞാലിൽ താങ്കൾ ഉറങ്ങിയപ്പോഴും ആടുകയായിരുന്നു അല്ലേ? ഓക്കെ, ഇന്നത്തെ നോമ്പിന് നിങ്ങൾക്ക് നോമ്പുണ്ടോ? നോമ്പില്ലേ? ഓ, നോമ്പ് നോൽക്കണമല്ലോ. നോമ്പ് കാലത്ത് പിന്നെ നോമ്പ് നോൽക്കണ്ടേ? ഇങ്ങോട്ട് വരൂ, വ്ളോഗിൽ സംസാരിക്കും. എന്നിട്ട് തല്ലി കഴിഞ്ഞാടല്ലേ. ഒരു മിനിറ്റ് ശരിക്ക് പിടിക്കാം. യെസ്, ഓക്കെ, പറയൂ. എങ്ങനെ നിങ്ങൾ ഇന്നത്തെ നോമ്പിനെ നോക്കി കാണുന്നു? ജ്യൂസ് കുടിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കുടിക്കുകയെ? നോമ്പ് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ നോമ്പിന് എന്തൊക്കെ നിങ്ങൾ ചെയ്യല്? പറയൂ. ഓക്കെ, അത് വിടൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്? ഒഴിവ് ദിവസങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു? ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് എത്ര വയസ്സായി പറഞ്ഞെടുത്ത? 3 മണിയോ? 3 മണി വയസ്സാണ്. ഓക്കെ, നൈനുവിന് 3 മണി വയസ്സാണ് ആയിട്ടുള്ളത്. ഇനി എപ്പോഴാണ് 4 മണി വയസ്സാവുക? തുടക്കാൻ പാടില്ല. തുടക്കാൻ പാടില്ല. ഓക്കെ, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അങ്ങനല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറയാം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ പലിച്ചക്ക് നീയത്ത് വെച്ചെടുക്കണേ. നെവെയ്ത്തു സോമാതി വെച്ചെടുക്കണ മാതിരി ഇപ്പത് അല്ലേ? നമുക്ക് നീ നോമ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ തുടക്കാൻ പാടില്ല. തുറക്കൂല? ഓക്കെ, ചിരിച്ച. ഓക്കെ, നമുക്ക് ഇനി കിച്ചണിക്ക് പോയേക്കാം. ഓക്കെ, ബാബ എണീക്ക്. ആരപ്പത് എവിടെയായിരുന്നു മച്ചാൻ? എങ്ങോട്ടേക്ക്? വെളിച്ചത്തേക്ക്. എവിടെയാണോ? എന്ത് കളിയാണ് നിങ്ങൾ കളിച്ചത്? ഓ, ഒന്നും നോമ്പുണ്ടോ? ഈ നോമ്പില്ലാത്തവരൊന്നും ഇനി വീട്ടിൽ കയറ്റൂല കേട്ടോ. എല്ലാവരും പുറത്ത്. ഇയും പുറത്ത്. ഏത് ബാബ സമ്മതിക്കണില്ല. ഞാനാ പറയണത്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറയണത് കേൾക്കണം. ഈ വീട്ടിൽ വന്നാൽ ഞാൻ പറയണത് കേൾക്കണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
നാളെ മുതൽ നോമ്പ് നോൽക്കണം. ഓക്കെ? ഇന്ന് എത്ര നോറ്റു? 2 നോറ്റിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്ടിലെ മൂത്ത പേരക്കുട്ടി. ഇവിടെ എത്രാമത്തെ പേരക്കുട്ടിയാണ്? ഇവിടെ 3ാമത്തെ പേരക്കുട്ടി. അടി കിട്ടും. ഗൈസ്, ഇതിന്റെ പെങ്ങൾ ഇത്ര സ്പീഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ രീതി പണ്ടൊരു നോമ്പിന് എനിക്ക് ആകെ പൊള്ളി മുട്ട ബജി ഉണ്ടാക്കിയത് ചുങ്കല്ല, നോമ്പിന് ചുങ്കല്ല. പണ്ട് മുട്ട ബജി ഉണ്ടാക്കിയപ്പോ എണ്ണിക്കണ്ടിട്ടു പൊട്ടിത്തെറിച്ചു. എന്താ കുട്ടിയെ ദീദി അങ്ങനെ പലതും പറയും. ചുങ്കല്ല പോയിക്കോ. പക്ഷെ എന്റെ ഇമ്മ എപ്പോഴും അടച്ചു വെക്കാതാണല്ലോ മുട്ട ബജി ഉണ്ടാക്കുന്നത്. എന്താ അതിന്റെ രഹസ്യം? യോ കണ്ടോ, ഞാൻ പറഞ്ഞു തന്നതല്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ ട്രേ നിറച്ച് പൊരിക്കാനുള്ള മുട്ടകൾ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ജസ്റ്റ് 1-2 വർത്താനം പറഞ്ഞപ്പോത്തിന് അതൊക്കെ അവിടെ പൊരിഞ്ഞായി. എങ്ങനെ ഫർഹാദ് ഷഫീഖ് ഇത്ര സ്പീഡിൽ പണികൾ ചെയ്യാൻ പറ്റും? ദീദിക്ക് പെട്ടെന്ന് പണി തീർക്കുക, വെറുതെ ഇരിക്കുക. അതാണ് ദീദിന്റെ ഒരു പോളിസി. ഉമ്മ പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് വർത്താനം പറയാം. എനിക്കുള്ളത് ഇങ്ങനെ ഒരു ബൗസാക്കണം, പാത്രമൊക്കെ അങ്ങോട്ട് ആരാളതിന് വൃത്തിക്ക്. അത് ശരി. മറ്റേ ഒരു സാധനം എടുത്താൽ അങ്ങോട്ട് വെക്കണം. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. ഇതിലെന്തൊരു പച്ച കളർ കാണുന്നത്? ഓ, മല്ലിച്ചപ്പട കിട്ടണം. ഇതെന്തായാലും താഴത്ത് എന്തോ സാധനം അടിച്ചല്ലോ. ഹായ് നൈനു. ഹായ്. ഈ നോമ്പ് നോൽക്കാത്തവരെ മുമ്പിൽ നോമ്പ് നോറ്റവരെ മുമ്പിൽ ഇങ്ങനെ കുടിക്കാൻ പാടില്ല. അനക്ക് നാളെ മുന്നേ പോയി ഒന്ന് കുടിച്ചോ. ഞങ്ങളിവിടെ അടുക്കളയിൽ നോമ്പ് പറ്റി നിൽക്കണേ. നോമ്പ് നോറ്റവരുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ മദ്രസ പഠിച്ചാണ്? നോമ്പിനെ പറ്റി എന്താ മദ്രസ പഠിച്ചാണ്? ഒന്നും പഠിച്ചിട്ടില്ലേ? റമദാൻ ഉണ്ട് പറഞ്ഞ് വേറൊന്നും പറഞ്ഞില്ല. ഉസ്താദ് റമദാൻ ഉണ്ട്, ബാക്കി ഞാൻ അടുത്ത റമദാൻ പറഞ്ഞ ഒരാളുണ്ടാവും. സോ ഗൈസ്, നമ്മൾ പാൽ വായിക്കരുതാ. നമ്മൾ പഞ്ചസാര കൊട്ടുന്നു. പഞ്ചസാര ഇനി പഴം ഇടാണ്ട്. ഈ പഞ്ചസാരയും പഴവും ആ കാഷ്യൂ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ ആയി. ഓക്കെ. മുട്ട ഇങ്ങനെ കണ്ടിട്ട് പൊട്ടിത്തെറിക്കും തോന്നുന്നു കേട്ടോ. പൊട്ടിത്തെറിക്കും തോന്നും, പക്ഷെ തെറിക്കൂല. തെറിക്കൂട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ സ്കൂളിലെ വിശേഷങ്ങൾ? നിങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ അടുത്തല്ലോ പെരുന്നാളിന്. മാവേലിയും എൻ്റെ ദീദിയും കുട്ടികളും ഒരേമാതിരിയാണ്. ഒരട്ടം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്തണമെന്നുണ്ടെങ്കിൽ അടുത്ത എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ വേണം. ദൂരം. നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ അഡ്രസ്സ് പറയും. ചെർപ്പളശ്ശേരിയിൽ എവിടെയാണ് നിങ്ങളുടെ വീട്? പാലക്കാട്. ഓ, പാലക്കാടാണ്. എന്നാണ് പാലക്കാട്? അങ്ങനെ വർത്താനം പറയിക്കൂല. പാലക്കാട് പ്രൊഡക്ട്സാണ്. ഹലോ 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 ഹലോ. ഓക്കെ, നെയ്യിടുക. അത് നമുക്ക് കൊളാബിട്ട് നെയ്യാട്ടാ അല്ലേ? നെയ്യടക്കം കൊളാബ്. എന്ത് ചെയ്യും, സൂപ്പർ നെയ്യാണ്. എന്താണ് ബീവീസ് ഗീയോ എന്തേനും അല്ലേ? അതിമുണ്ടായിരുന്നു ബീവീസ് ഗീ എന്നാണ് ആ നെയ്യ്. നിങ്ങൾ എന്തെങ്കിലും ഇൻസ്റ്റ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നോക്കുക. നല്ല അടിപൊളി നെയ്യാണ്, ലാബിൽ ഉപയോഗിക്കണം. അതാത്ത. ഓക്കെ, നെയ്യിന് ശേഷം ഇനി അത് വറുക്കുക. എന്നിട്ട് നേരായിക്ക് ഇടുക. എന്താ വയറൊക്കെ കാണിച്ചിരുന്നത്? ഇവിടെ നോമ്പറക്കാനായിട്ടില്ല. നോമ്പറക്കാനാകുമ്പോൾ അതിനുള്ളിൽ തരാം. ഓക്കെ, ഇതെന്താ അറിയോ? ഓക്കെ, ഞാൻ നേരെ തീക്കാണ്ട് ഒഴിക്കും. ഓക്കെ, അവിടെ കൊണ്ടാക്കല്ല. ഒരു മിനിറ്റ്, മമ്മ ഇതിക്ക് ഒഴിക്കട്ടെ, എന്നിട്ട് കൊണ്ടാക്കാം. ഇത് വറക്കുമ്പോൾ ഒരു മണം ഉണ്ടോ? സവാഷ്.
അടക്കേ മതിയോ? ആ മതി ഞാൻ കൊണ്ടുവെക്കും നോക്കട്ടെ. ആൾക്കോളി ട്രൗസർ ഇട്ടിട്ടില്ലേ ആ ഇട്ടേ ട്രൗസർ ഇടാതെ വരുന്നുണ്ട് യെസ് മീ കാൽമ ചവിട്ടിയാ ഓക്കെ ഓക്കെ ഇനിയുള്ളതാണ് ഫ്രഞ്ച് ഫ്രൈസ് ബജി മലയാളത്തിൽ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ബജി ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കും. യെസ് സിമ്പിളാണ് ആൻഡ് നല്ല ടേസ്റ്റാണ് ഓക്കെ എന്തൊക്കെ ഇടുകയാണോ? അതൊന്നുമില്ല മുട്ട ബജിൻ്റെ മസാല ഒന്നുമില്ല മുട്ട ബജിൻ്റെ സെയിം മസാല ആ മസാല സിമ്പിളായി പറയുന്നത് കടലപ്പൊടി കടലപ്പൊടി, അരിപ്പൊടി, മൈദ, ഓക്കെ മുളക് പൊടി, ഓക്കെ പിന്നെ കുറച്ച് സോഡപ്പൊടി, ഓക്കെ ഉപ്പ്, മുളക് പൊടി, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായല്ലോ ഇതിങ്ങനെ അങ്ങനെ സ്ലൈസൊക്കെ അരിയാ അത് മറ്റേ കരി ഉണ്ടോ ഇതൊന്ന് ഇളക്കിട്ടോ. അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ബജി. ഇതാണ് ആ പ്രിപ്പയർ ആവാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് ബജി നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഏതാ പ്ലേറ്റ് കാണാത്ത കറി പ്ലേറ്റ് കാണാത്തവർ വന്നപ്പോൾ കാണാത്ത പ്ലേറ്റ്. ഓക്കെ നോമ്പറക്കാനാണ് ആവണം ചിലപ്പോൾ ഇത് എനിക്ക് ആരെ കാത്തിക്കണം നോമ്പറക്കാനാ നോമ്പുമില്ല ബോറടിക്കുണ്ടോ എന്നാൽ തിരിച്ചടിക്ക് ഇന്നടിക്കാനല്ല ഇന്ന് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് അല്ലത് പൈനാപ്പിൾ ജ്യൂസ് ഏയ് അങ്ങനെ സെറ്റര് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇതാ നിങ്ങൾക്ക് ബാക്കി കേൾക്കുന്നില്ലേ നമ്മളെന്ത് ചെയ്യാം ഞങ്ങൾ പള്ളിൻ്റെ അടുത്ത പള്ളിയും തൊട്ടടുത്തുണ്ട് അപ്പോൾ നമ്മൾ നോമ്പറക്കുക അമ്മ നോമ്പറന്നു നമ്മൾ നോമ്പറക്കുക എന്താ വേണ്ടി പ്ലേറ്റ് ഉണ്ടോ നമുക്ക് ഒക്കെ എല്ലാം വേണ്ടി വന്നു. ഇത് രണ്ടാണോ? ഓക്കെ നമ്മൾ ജ്യൂസ് കുടിക്കാം വാടി നോമ്പ് നോൽക്കാത്തവരെന്താ ഇവിടെ നോമ്പ് നോൽക്കാത്തവരെന്താ ഇവിടെ നോമ്പ് നോൽക്കാത്തവരെന്താ ഇവിടെ ഇരിക്കണത് ഇത് ഞങ്ങളെ ഇഷ്ടമാണ് നോമ്പ് നോക്കണോ ഇരിക്കണ്ടേ എന്നുള്ളത് നിച്ചാളി നോമ്പൊക്കെ നീച്ച് അല്ലേ അതിന് നോമ്പ് പറ്റിട്ടില്ലേ അല്ലേ എന്താ സ്പെഷ്യൽ ഇതെപ്പോഴോ ഇത് നോമ്പ് നോറ്റവർക്ക് ഇതെപ്പോ ലാസ്റ്റ് മുത്തേ കഴിച്ചാ കഴിച്ചു പറയും കഴിക്കാണ് പറയും. നമുക്ക് ശരിക്കും തരാൻ പാടില്ല നോമ്പ് നോൽക്കാത്തവർക്കൊന്നും തരാൻ പാടില്ല നോമ്പ് നോറ്റ് ശീലിക്കാണ് പറയും. പറയാം നോമ്പ് തുറന്ന് ശീലിക്കാം നോമ്പ് തുറന്ന് ശീലിക്കാണ് മധുരല്ലേ? ഇതൊക്കെയാണ് നോമ്പ് തുറക്കണ വിശേഷങ്ങൾ ഓക്കെ ഒന്ന് തിന്ന് സെറ്റിലാക്കട്ടെ കേട്ടോ നല്ല വിശക്കുണ്ട് എന്ത് എന്താ അച്ഛനെ പ്രശ്നം എന്താ അച്ഛനെ പ്രശ്നം ആരാ ഇത് അടിച്ച വിസിലടിച്ച ഏയ് സൂപ്പർ സോ ഗൈസ് നമ്മൾ നോമ്പ് തുറന്നു നോമ്പ് തുറക്കുമ്പോൾ വിചാരിക്കും കുറേ തിന്നണം നോമ്പ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും കുറച്ച് നമ്മൾ തടി കൂടുന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണ് ഓക്കെ ഇനി 2 ദിവസം കൂടി രീതി ഉണ്ടാവും ഓക്കെ അപ്പോൾ 2 ദിവസത്തെ വ്ളോഗിലും രീതി ഉണ്ടാവും സോ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ നാളെ മുതൽ നമ്മൾ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം റമദാൻ്റെ വ്ളോഗ്സ് ഇടും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എന്താ ചെയ്യുക എല്ലാവരും ദുആ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ